1755 ഏപ്രിൽ 10 വ്യാഴാഴ്ച. ജർമ്മനിയിലെ സാക്സോണിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മൈസൻ പട്ടണം. അന്നത്തെ കാലത്ത് പോർസലൈൻ വ്യവസായത്തിന് പേര് കേട്ടതായിരുന്നു ആ പട്ടണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കരകൗശല വിദഗ്ധർ അവിടെ ജോലിയെടുത്തിരുന്നു. അതിലൊരു സാധാരണ പോർസലൈൻ പെയിന്റിംഗ് കലാകാരനായിരുന്നു ക്രിസ്റ്റ്യൻ ഗോട്ട്ഫ്രിഡ് ഹാനിമാൻ. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച് വൈദ്യശാസ്ത്രരംഗത്ത് വിപ്ലവകരമായ സംഭാവനകൾ നൽകി പിൽക്കാലത്ത് ഹോമിയോപ്പതിയുടെ പിതാവായി അറിയപ്പെട്ട ഡോക്ടർ സാമുവൽ ഹാനിമാൻ. അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും യൗവനവും അത്ര സുഖകരമായിരുന്നില്ല. എങ്കിലും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ചെറുപ്പം മുതലേ പഠനം തുടരാൻ കുട്ടിയായ സാമുവലിനെ പിതാവായ ക്രിസ്റ്റ്യൻ ഗോട്ട്ഫ്രിഡ് ഹാനിമാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ബൗദ്ധിക ചുറ്റുപാടുമുള്ള മൈസൻ സാമുവൽ ഹാനിമാന്റെ ബൗദ്ധിക ജിജ്ഞാസയ്ക്ക് വളക്കൂറുള്ള നല്ല മണ്ണായിരുന്നു. അക്കാലത്തെ ഊർജ്ജസ്വലമായ ബൗദ്ധിക അന്തരീക്ഷത്തിൽ വളർന്ന അദ്ദേഹം ഭാഷകളിലും പ്രകൃതി ശാസ്ത്രങ്ങളിലും മികച്ച അറിവ് സമ്പാദിച്ചു. മാത്രമല്ല, ഭാഷാപരമായ അഭിരുചിയും ജ്ഞാനത്തോടുള്ള അമിതമായ ആവേശവും കാരണം 10ാം വയസ്സിൽ ഹാനിമാൻ പ്രാദേശിക സ്കൂളായ സെന്റ് അഫ്രയിൽ ചേർന്നു. അവിടെ നിന്നും ക്ലാസിക്കൽ ഭാഷകളിലും ഗണിതശാസ്ത്രത്തിലും മാനവികതയിലും ശക്തമായ ഒരു അടിത്തറ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ അക്കാദമിക് വൈദഗ്ധ്യം സമപ്രായക്കാർക്കും അധ്യാപകർക്കും ഇടയിൽ അദ്ദേഹത്തിന് നല്ല മതിപ്പും അംഗീകാരവും നേടിക്കൊടുത്തു. ജ്ഞാനത്തിനായുള്ള ഹാനിമാന്റെ അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ മെയ്സണിലെ പ്രിൻസ് സ്കൂളിൽ തുടർ പഠനത്തിന് പ്രേരിപ്പിച്ചു. അവിടെ അദ്ദേഹം ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങി നിരവധി ആധുനിക യൂറോപ്യൻ ഭാഷകളിൽ പ്രാവീണ്യം നേടി. ഈ ഭാഷാപരമായ വൈദഗ്ധ്യം പിന്നീട് അദ്ദേഹത്തിന്റെ വിവർത്തന പ്രവർത്തനങ്ങളിലും പണ്ഡിതോചിതമായ ജീവിതത്തിലും വിലമതിക്കാനാവാത്തതായിരുന്നു എന്നു തെളിയിക്കപ്പെട്ടു. 1775 തന്റെ 20ാമത്തെ വയസ്സിൽ ഹാനിമാൻ മെഡിസിൻ പഠിക്കാൻ ലീപ്സിഗ് സർവകലാശാലയിൽ ചേർന്നു. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനും മെഡിക്കൽ സയൻസിന്റെ പുരോഗതിക്ക് സംഭാവന നൽകാനുമുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു അക്കാലത്തെ പ്രശസ്തമായ മുൻനിര വൈദ്യശാസ്ത്ര ചിന്തകൾ. അത്യാധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും പേരുകേട്ട പഠനബൗദ്ധിക വിനിമയ കേന്ദ്രമായ ലീപ്സിഗ് സർവകലാശാലയിൽ അദ്ദേഹം ചേർന്നത്. അവിടെ പഠിക്കുന്ന കാലത്ത് ഹാനിമാൻ ഉത്സാഹവും ഉൾക്കാഴ്ചയും തീക്ഷ്ണബുദ്ധിയുമുള്ള നല്ല ഒരു വിദ്യാർത്ഥിയായി. പഠനത്തോടുള്ള വിമർശനാത്മക സമീപനവും കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളെയും ഫലപ്രദമല്ലാത്ത ചികിത്സകളെയും ആശ്രയിക്കുന്ന അക്കാലത്തെ നിലവിലുള്ള മെഡിക്കൽ രീതികളിൽ അദ്ദേഹം നിരാശനായി. സത്യത്തിനായുള്ള അടങ്ങാത്ത ദാഹവും ശാസ്ത്രീയ അന്വേഷണത്തോടുള്ള പ്രതിബദ്ധതയും കൂടി ആയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഗവേഷണത്തിന്റെയും പരീക്ഷണത്തിന്റെയും കണ്ടെത്തലിന്റെയും ആജീവനാന്തമായ ആ ജൈത്രയാത്ര ആരംഭിച്ചത്. അത് ആത്യന്തികമായി ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രത്തിന്റെ വിപ്ലവകരമായ തുടക്കത്തിലേക്ക് നയിച്ചു. വിദ്യാഭ്യാസം, സംസ്കാരം, ബൗദ്ധിക ജിജ്ഞാസ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം വൈദ്യശാസ്ത്രരംഗത്തെ തകർപ്പൻ സംഭാവനകൾക്കും ഹോമിയോപ്പതിയുടെ സ്ഥാപകനെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിനും അടിത്തറ പാകി. വർഷങ്ങളുടെ ഗവേഷണത്തിനും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ വളരെ നേർപ്പിച്ച ഔഷധം ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാദിച്ചു. പൊട്ടന്റൈസേഷൻ പദാർത്ഥങ്ങളുടെ രോഗശാന്തി ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ദോഷത്തിനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം കണ്ടെത്തി. മെഡിക്കൽ രംഗത്ത് നിന്ന് സംശയവും എതിർപ്പും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് പോകുകയും അതിന് സമൂഹത്തിൽ കൂടുതൽ അംഗീകാരം കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോമിയോപ്പതി അതിവേഗം യൂറോപ്പിലും പുറത്തും വ്യാപിച്ചു. അതുപോലെ അദ്ദേഹം നിരവധി ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. 1811 ലെപ്സിഗിൽ ലോകത്തിലെ ആദ്യത്തെ ഹോമിയോപ്പതി മെഡിക്കൽ സ്കൂൾ സ്ഥാപിക്കുകയും ജീവിതത്തിലുടനീളം തന്റെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും പരിഷ്കരിക്കുകയും ചെയ്തു. ഹോമിയോപ്പതിയിലെ തന്റെ പ്രവർത്തനത്തിനു പുറമെ ഹാനിമാൻ മെഡിക്കൽ സാഹിത്യത്തിലും നിരവധി ക്ലാസിക്കൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ആരോഗ്യ സംരക്ഷണത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും പരിഷ്കാരങ്ങൾക്കായി വാദിച്ച അദ്ദേഹം സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളിലും അക്കാലത്ത് ഏർപ്പെട്ടിരുന്നു. തന്റെ കാലത്തെ പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളെ വെല്ലുവിളിക്കാനുള്ള അസാമാന്യ ധൈര്യം കാണിച്ച അദ്ദേഹം വിമർശനാത്മകത്വചൊരിച്ചിൽ, ശുദ്ധീകരണം തുടങ്ങിയ രീതികളെ ആശ്രയിക്കുന്ന നിലവിലുള്ള വൈദ്യചികിത്സകളിൽ കൂടുതൽ യുക്തിസഹവും ഫലപ്രദവുമായ സമീപനം കൊണ്ടുവരാനുള്ള പുതിയ മാർഗങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു.
മാത്രമല്ല അക്കാലത്തെ ചികിത്സാരീതികളോടുള്ള അതൃപ്തി അദ്ദേഹത്തെ കുറച്ചുകാലത്തേക്ക് തന്റെ മെഡിക്കൽ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. പകരം വിവർത്തന പ്രവർത്തനങ്ങളിലൂടെയും എഴുത്തിലൂടെയും ജീവിതമാർഗം തേടി. ഈ കാലയളവിലാണ് ജോഹന്ന ഹെൻറിറ്റ് കുറ്റ്ലറെ അദ്ദേഹം വിവാഹം കഴിച്ചത്. 1790-ൽ അക്കാലത്ത് മലേറിയയ്ക്ക് സാധാരണയായി ഉപയോഗിച്ചിരുന്ന സിങ്കോണ പുറംതൊലി ഉപയോഗിച്ച് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയതാണ് ഹാനിമാന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അതിന്റെ ഫലങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം തന്നിലും മറ്റുള്ളവരിലും വിവിധ പദാർത്ഥങ്ങൾ വ്യവസ്ഥാപിതമായി പരീക്ഷിക്കാൻ തുടങ്ങി. അവ മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ സൂക്ഷ്മമായി രേഖപ്പെടുത്തി. ഈ പരീക്ഷണങ്ങളിലൂടെ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം അദ്ദേഹം രൂപപ്പെടുത്തി. ലൈക്ക് ക്യൂവർ ലൈക്ക്, അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥത്തിന് രോഗിയായ വ്യക്തിയിലും സമാനമായ ലക്ഷണങ്ങൾ ഭേദമാക്കാൻ കഴിയും. 1810-ൽ ഹാനിമാൻ ഹോമിയോപ്പതിയുടെ തത്വങ്ങളും സമ്പ്രദായങ്ങളും പ്രതിപാദിക്കുന്ന ഓർഗനോൺ ഓഫ് ദ റേഷണൽ ആർട്ട് ഓഫ് ഹീലിംഗ് എന്ന തന്റെ അടിസ്ഥാന കൃതി പ്രസിദ്ധീകരിച്ചു. രോഗലക്ഷണങ്ങളുടെ ആകെത്തുകയും ഓരോ രോഗിയുടെയും തനതായ ഘടനയും കണക്കിലെടുത്ത് വ്യക്തിഗത ചികിത്സയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്നും ഇതര വൈദ്യശാസ്ത്രത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് 1843 ജൂലൈ 2-ന് ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞു. അനുഭവ നിരീക്ഷണം, യുക്തിസഹമായ അന്വേഷണം, അനുകമ്പയുള്ള രോഗശാന്തി എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം ആരോഗ്യത്തെയും രോഗത്തെയും നാം മനസ്സിലാക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന രീതിയെ പോലും മാറ്റിമറിച്ചു.